എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും നമസ്കാരം. വിവിധ കൃഷിരീതികളെക്കുറിച്ചുള്ള നിരവധി വീഡിയോകൾ യൂട്യൂബ് ചാനലുകൾ നിത്യേന കാണുന്നവരാണ് നിങ്ങൾ. PGS സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വീഡിയോയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഞാൻ PGSൻ്റെ മുഴുവൻ വിവരങ്ങളും നൽകുന്നതിനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് PGS, എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കുന്നത്, ഇന്ത്യയിൽ PGSൻ്റെ ചരിത്രം, ചെറുകിട നാമമാത്ര കർഷകർക്ക് എങ്ങനെയാണ് ഇത് ഗുണകരമാവുന്നത് എന്നതിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പല വീഡിയോകളിലും പല ട്രെയിനിങ് പ്രോഗ്രാമുകളിലും നമ്മുടെ ജൈവ കൃഷിയിടത്തിന് എങ്ങനെയാണ് ജൈവ സാക്ഷ്യപത്രം ലഭിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും. അത് പ്രധാനമായും ഒരു തേർഡ് പാർട്ടി സർട്ടിഫിക്കേഷൻ, അതായത് ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലോടെ ലഭിക്കുന്ന സാക്ഷ്യപത്രമാണ്. ഇന്ത്യയിൽ ഇത്തരത്തിൽ 28-ൽ പരം ഏജൻസികൾ സർട്ടിഫിക്കേഷൻ നൽകുന്നതിനായി പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ ആലുവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻഡോസെറ്റ് അത്തരത്തിലുള്ള ഒരു ഏജൻസിയാണ്. നിങ്ങൾക്ക് അവരെ ബന്ധപ്പെടാനും നിങ്ങളുടെ ഫാം അവരെ കൊണ്ട് സർട്ടിഫിക്കേഷൻ നേടിയെടുക്കുന്നതിനും കഴിയും. ഈ സർട്ടിഫിക്കേഷൻ ചെലവേറിയതും ധാരാളം സാക്ഷ്യപത്രം ആവശ്യമുള്ളതുമാണ്. ഇത് കുറഞ്ഞ സ്ഥലമുള്ള കർഷകർക്ക് ബുദ്ധിമുട്ടാണ്. ഈ തേർഡ് പാർട്ടി സർട്ടിഫിക്കേഷൻ നമ്മുടെ രാജ്യത്ത് 1990 മുതൽ പ്രാവർത്തികമാക്കി വരികയാണ്. വൻകിട കർഷകർക്ക് മാത്രമേ ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയുന്ന സാഹചര്യമുള്ളൂ. ഈ ഒരു ആലോചനയിൽ നിന്നാണ് 1972-ൽ ഫ്രാൻസിലെ വേഴ്സൈൽസിൽ തുടങ്ങിയ ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഓർഗാനിക് അഗ്രികൾച്ചറൽ മൂവ്മെൻറ്റ്, IFOM എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് ലോകത്താകമാനമുള്ള ചെറുകിട കർഷകർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ലളിതമായ നടപടിക്രമങ്ങളിലൂടെ ഒരു പകരം സർട്ടിഫിക്കേഷൻ സംവിധാനം ഉൽപ്പാദകരും ഉപഭോക്താക്കളും തമ്മിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ, അതായത് ഒരു മ്യൂച്വൽ ട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിയമത്തിൻ്റെ നൂലാമാലകളില്ലാതെ തന്നെ ഉണ്ടാകണമെന്നുള്ള ആശയം ഉയർന്നു വന്നത്. ഇതാണ് PGS അഥവാ പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റം എന്നത് രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്താകമാനം തുടങ്ങുന്നതിലേക്ക് നയിച്ചത്. 2009-2011 കാലയളവിൽ IFOM ആണ് PGS ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത്. ഓർഗാനിക് ഉൽപ്പന്ന വിതരണ മൂല്യവർദ്ധന ശൃംഖലയിലുള്ള എല്ലാവർക്കും അംഗീകരിക്കത്തക്ക രീതിയിൽ ഉൽപ്പാദകരും ഉപഭോക്താക്കളും ഉൽപ്പാദന ഉപാധികൾ സപ്ലൈ ചെയ്യുന്നവരും വിജ്ഞാന വ്യാപന രംഗത്തുള്ള കാർഷിക മേഖലയിലെ ഉദ്യോഗസ്ഥരും എല്ലാം അടങ്ങുന്ന ഒരു സംഘം കർഷകരുടെ കൃഷിയിടങ്ങൾ സന്ദർശിച്ച് വിലയിരുത്തുകയും അവരുടെ കൃഷിരീതികൾ കർഷകർ തന്നെ അംഗീകരിച്ച് ഉറപ്പാക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തന്നെയാണ് നടപ്പിലാക്കുന്നത് എന്ന് പരസ്പരം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും സുതാര്യമായ ഒരു സർട്ടിഫിക്കേഷൻ സംവിധാനമാണ് PGS. ജൈവ കൃഷിയുടെ അടിസ്ഥാന മാനദണ്ഡങ്ങൾ IFOM നിർദ്ദേശിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജൈവ കൃഷി സംവിധാനത്തിൽ നിന്നോ സ്വീകരിക്കുകയും അതായത് ഉപഭോക്താക്കൾക്കും ഉൽപ്പാദകർക്കും സ്വീകാര്യമാവുന്ന രീതിയിൽ കൂടുതൽ ഫ്ലെക്സിബിളാക്കി, അതായത് അയവുള്ളതാക്കി മാറ്റി ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മ ഉൽപ്പാദകനും ഉപഭോക്താവിനും ബോധ്യപ്പെടുന്ന ഏറ്റവും ജനാധിപത്യപരവും പരസ്പര വിശ്വാസത്തോടെയുമുള്ള സർട്ടിഫിക്കേഷൻ സംവിധാനമാണ് PGS. നമ്മൾക്കിടയിൽ മിക്ക ഉൽപ്പാദകരും അവരുടെ ഉൽപ്പന്നങ്ങൾ, അത് പച്ചക്കറികളായാലും പഴങ്ങളായാലും തൊട്ടടുത്തുള്ള ലോക്കൽ മാർക്കറ്റുകളിലാണ് വിറ്റഴിക്കുന്നത്. അതായത് രാജ്യത്തിന് പുറത്തേക്ക് കയറ്റി അയക്കാവുന്നവർ വളരെ കുറവാണ് ഇന്ന്. ഇത്തരത്തിൽ ലോക്കൽ മാർക്കറ്റുകളിൽ വിറ്റഴിക്കുമ്പോൾ ഉപഭോക്താക്കളുടെയും കച്ചവടക്കാരുടെയും വിശ്വാസം ആർജിക്കാൻ ഈ സർട്ടിഫിക്കേഷൻ ഉപകരിക്കും. ഇത് ഇന്ന് ലോകത്താകമാനം അംഗീകരിക്കപ്പെട്ട ഒന്നാണ്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് PGS സ്റ്റാൻഡേർഡ് ലോഗോ ഉൽപ്പന്നങ്ങളിൽ നൽകാൻ കർഷകർക്ക് കഴിയും. ഈ PGS ലോക്കൽ ഗ്രൂപ്പുകൾ എല്ലാം പ്രാദേശിക സർക്കാരുകൾ അംഗീകരിച്ചതും പ്രാദേശിക സർക്കാരുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്നതുമാണ്. ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട സർട്ടിഫിക്കേഷൻ നിബന്ധനകൾക്ക് വിധേയമായാണ് ഈ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത്. ഇവിടെ നിങ്ങൾ മിനിമം 30 കർഷകരാണ് ഒരു ഗ്രൂപ്പിൽ വരുന്നത് എങ്കിൽ നിങ്ങൾ 30 പേർക്കും ഒറ്റ PGS ലോഗോ ആണ് ഈ സർട്ടിഫിക്കേഷൻ്റെ ഭാഗമായി ലഭിക്കുന്നത്. അതോടൊപ്പം സ്കോപ്പ് സർട്ടിഫിക്കറ്റ് എന്ന പേരിൽ സാക്ഷ്യപത്രവും ലഭ്യമാകും. ബ്ലോക്ക് ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ആത്മ സംവിധാനമാണ് ഈ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ PGS സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ്. www.pgsindia.ncof.gov.in എന്നതാണ് PGS ഇന്ത്യയുടെ സൈറ്റ് അഡ്രസ്സ്. കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിൻ്റെ കീഴിൽ INN ഡിവിഷൻ പ്രവർത്തിക്കുന്നു. ഇതിന് കീഴിൽ നാഷണൽ സെൻറ്റർ ഓഫ് ഓർഗാനിക് ഫാമിംഗ് NCOF എന്ന പേരിൽ PGSൻ്റെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നു. ഇതിന് കീഴിൽ സോണൽ തലത്തിൽ സോണൽ കൗൺസിലുകളും അവയ്ക്ക് കീഴിൽ റീജിയണൽ കൗൺസിലുകളും
അതിൻ്റെ കീഴിൽ ലോക്കൽ ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്ന രീതിയിലാണ് PGS സംവിധാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. കേരളം വരുന്നത് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള സോണൽ കൗൺസിലിന് കീഴിലാണ്. നമ്മുടെ സംസ്ഥാനത്ത് സമേറ്റിയാണ് റീജിയണൽ കൗൺസിലായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. PGS ഇന്ത്യ സർട്ടിഫിക്കേഷൻ പ്രക്രിയയിൽ ആദ്യം മൈക്രോ ക്ലസ്റ്ററുകൾ അഥവാ ലോക്കൽ ഗ്രൂപ്പുകളുടെ രജിസ്ട്രേഷൻ ആണ് ചെയ്യുന്നത്. ലോക്കൽ ഗ്രൂപ്പുകളുടെ ലീഡറുടെ, അതായത് ലോക്കൽ റിസോഴ്സ് പേഴ്സൺസിൻ്റെ വിവരം ചേർത്താണ് രജിസ്ട്രേഷൻ PGS സൈറ്റിൽ നടത്തുന്നത്. തുടർന്ന് 50 ഹെക്ടർ ജൈവകൃഷി ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചെയ്തു വരുന്ന കർഷകരെ ചേർത്ത് ഗ്രൂപ്പ് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ഈ രണ്ട് പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ലോക്കൽ ഗ്രൂപ്പുകൾ തന്നെയാണ്. ഇത്തരത്തിൽ എൻഡോഴ്സ്മെൻറ്റ് പൂർത്തിയാക്കിയ ഗ്രൂപ്പുകളെ ആക്ടിവേഷനായി റീജിയണൽ കൗൺസിലായ സമേറ്റിയിലേക്ക് അയക്കേണ്ടതുണ്ട്. റീജിയണൽ കൗൺസിലിൽ ഈ ഗ്രൂപ്പുകളിലെ എല്ലാ കർഷകരുടെയും പോർട്ടലിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ പരിശോധിച്ച് ശരിയാണെന്ന് ഉറപ്പാക്കി ആക്ടിവേഷൻ നൽകുന്ന പ്രക്രിയയാണ് നടത്തുന്നത്. ഇത്തരത്തിൽ ആക്ടിവേഷൻ പൂർത്തിയാക്കിയ ഗ്രൂപ്പുകളിലെ കർഷകരുടെ ആദ്യ യോഗം കൃഷിഭവനിൽ വിളിച്ചു ചേർത്ത് PGS സർട്ടിഫിക്കേഷൻ്റെ പ്രാധാന്യവും ആ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് നിലവിലുള്ള കൃഷിരീതികളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ചും വിശദമായ പരിശീലനം തണൽ, ലാക്കോൺ തുടങ്ങിയ ഏജൻസികളിലെ ഫീൽഡ് ഓഫീസർമാരുടെ അല്ലെങ്കിൽ കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെയോ നേതൃത്വത്തിൽ കർഷകർക്ക് നൽകി ജൈവകൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരിൽ നിന്നും അത് ഏറ്റവും ചുരുങ്ങിയത് 30 പേര്, ഇവർ 50 ഹെക്ടർ ജൈവകൃഷി ഏരിയയും കൂടിയും ഇപ്പോൾ വേണ്ടതുണ്ട്, ഓർഗാനിക് പ്ലഡ്ജ് ഒപ്പിടിച്ച് വാങ്ങിക്കുകയും ചെയ്യുന്നു. ഇക്കാര്യങ്ങളുടെ നിർവഹണ ചുമതല കൃഷിഭവനിലെ സീനിയർ കൃഷി അസിസ്റ്റന്റുമാർക്കാണ് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തെ മറ്റുള്ള ഉദ്യോഗസ്ഥർ സഹായിക്കേണ്ടതാണ്. ഇത്തരത്തിൽ പ്ലഡ്ജ് ഒപ്പിട്ട് നൽകിയ കർഷകരുടെ കൃഷിയുടെ പരിശോധന, അതിന് പീർ ഇൻസ്പെക്ഷൻ എന്നാണ് പറയുന്നത്. ഈ പീർ ഇൻസ്പെക്ഷൻ നടത്തുന്നതിന് 3 മുതൽ 4 പേരടങ്ങുന്ന കർഷക ഗ്രൂപ്പുകളെ സജ്ജമാക്കേണ്ടതും കൃഷിഭവൻ ഉദ്യോഗസ്ഥർ, ഉപഭോക്താക്കളുടെ പ്രതിനിധികൾ, ഉൽപ്പാദന ഉപാധികൾ വിതരണം ചെയ്യുന്നവരുടെ പ്രതിനിധികൾ, മറ്റ് താൽപ്പര്യമുള്ള കർഷകർ, വ്യക്തികൾ എന്നിവരെയെല്ലാം പങ്കെടുപ്പിച്ച് കൃഷിയുടെ സന്ദർശനം, അതായത് പീർ ഇൻസ്പെക്ഷൻ നടത്തേണ്ടതും ആവാസ വ്യവസ്ഥാ പരിപാലനം, വിളവൈവിധ്യം, കന്നുകാലി പരിപാലനം, മണ്ണ് ജലസംരക്ഷണം, മലിനീകരണ നിയന്ത്രണം, വിത്തും നടീൽ വസ്തുക്കളുടെയും പരിചരണം, അവയുടെ ഉപയോഗം, വളപ്രയോഗം, കീടരോഗ നിയന്ത്രണം, കാർഷിക ഉപകരണങ്ങളുടെ ശുചിത്വം, കാർഷികോൽപ്പന്നങ്ങളുടെ സംഭരണവും ചരക്കു നീക്കവും തുടങ്ങി പീർ ഇൻസ്പെക്ഷന് വേണ്ടി വിലയിരുത്തുന്ന വിഷയങ്ങളിൽ കർഷകർ തൻ്റെ കൃഷിയിടത്തിൽ നിലവിൽ എന്താണ് ചെയ്യുന്നത് എന്നും ആയതിൽ PGS മാനദണ്ഡങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ എന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടത് എന്നും സംബന്ധിച്ച വിവരങ്ങൾ കർഷകന് നൽകുകയും പീർ ഇൻസ്പെക്ഷൻ രജിസ്റ്ററിൽ പ്രസ്തുത വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ ആദ്യ വർഷം PGS മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൃഷി ചെയ്യുന്ന കർഷകൻ്റെ ഉൽപ്പന്നത്തിൽ PGS ഇന്ത്യ ഗ്രീൻ 1 ലോഗോ നൽകുന്നതാണ്. രണ്ടാം വർഷം ഇതേ മാനദണ്ഡങ്ങളിൽ തന്നെയാണ് കൃഷി തുടരുന്നത് എങ്കിൽ PGS ഇന്ത്യ ഗ്രീൻ 2 ലോഗോ നൽകും. മൂന്നാം വർഷം മുതൽ ഇത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ജൈവിക ഭാരത് ലോഗോ, PGS ഓർഗാനിക് ബ്ലൂ ലോഗോ നൽകുന്നതാണ് ഉൽപ്പന്നങ്ങൾക്ക്. 3 വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് മുഴുവനായിട്ടും ഓർഗാനിക് ഫാർമർ എന്ന സ്റ്റാറ്റസിലായി കഴിഞ്ഞു. അതിനു മുമ്പ് നിങ്ങൾക്ക് ലോക്കൽ മാർക്കറ്റുകളിൽ PGS ഗ്രീൻ ലോഗോ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാം. PGS ഗ്രീൻ ലോഗോ നേടിയ ഗ്രൂപ്പുകൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരിശീലന പരിപാടികൾ, എക്സിബിഷൻസ്, ഉൽപ്പാദന ഉപാധികൾ വാങ്ങുന്നതിന് സഹായം എന്നിവയ്ക്കുള്ള ഗ്രാൻറ്റുകളടക്കം നൽകുന്നുണ്ട്. ഗവൺമെൻറ്റുകൾ അവരുടെ കാർഷിക മേളകൾ, ആഴ്ച ചന്തകൾ, ഇക്കോ ഷോപ്പുകൾ, FPO മാർക്കറ്റുകൾ എന്നിവ നടത്തുമ്പോൾ PGS ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനാണ് മുൻഗണന നൽകുന്നത്. മെക്സിക്കോ, മ്യാൻമാർ, തായ്ലാൻഡ്, സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ PGS വ്യാപകമാകുകയാണ്. ലോകത്താകമാനം ആരോഗ്യകരവും പോഷകപ്രധാനവുമായ ഭക്ഷണത്തെക്കുറിച്ചുള്ള പ്രചരണമാണ് ഇത് വ്യാപകമാക്കുന്നതിന് സഹായകമാകുന്നത്. ഇന്ത്യയിൽ
74 റീജിയണൽ കൗൺസിലുകൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവയ്ക്ക് കീഴിൽ 76,832 PGS ഗ്രൂപ്പുകളും 20,31,097 കർഷകരും ഉണ്ട്. PGS പരിശോധന പൂർത്തിയാക്കിയ 2,638 കർഷകരുണ്ട്. മൊത്തം PGS സാക്ഷ്യപത്രം ലഭിച്ച കൃഷിസ്ഥലത്തിൻ്റെ വിസ്തീർണം 12,85,349 ഹെക്ടറാണ്. കേന്ദ്ര സർക്കാർ പദ്ധതിയായി പരമ്പരാഗത കൃഷി വികാസ് യോജന, ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി BPKP, സുഭിക്ഷം സുരക്ഷിതം എന്നാണത് കേരളത്തിൽ അറിയപ്പെടുന്നത് എന്നീ പദ്ധതികൾ വഴി ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ജൈവകൃഷി, പ്രകൃതി കൃഷി എന്നിവയുടെ പ്രോത്സാഹനത്തിനായുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും നടന്നു വരികയാണ്. 2020-21 വർഷത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് 84,000 ഹെക്ടർ സ്ഥലത്ത് സുഭിക്ഷം സുരക്ഷിതം എന്ന പേരിൽ ഒരു ബ്ലോക്കിൽ 500 ഹെക്ടർ സ്ഥലത്ത് ഒരു പുനരുജ്ജീവന ശേഷിയുള്ള കൃഷി, അതായത് റീജനറേറ്റീവ് അഗ്രികൾച്ചർ 164 എണ്ണം ക്ലസ്റ്ററുകളായി നടന്നു വരുന്നു. ഈ BPKP പദ്ധതിയുടെ ഒരു അവസാന ഘട്ടം എന്ന നിലയിലാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് PGS സാക്ഷ്യപത്രം നൽകുന്ന ഇപ്പോഴത്തെ പ്രക്രിയയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. എല്ലാ രാജ്യങ്ങളിലും ഭക്ഷ്യയോഗ്യവും പോഷകമൂല്യമുള്ളതുമായ കാർഷികോൽപാദന രീതികളിലേക്കും അതിനായി മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് അംഗീകാരം നൽകുന്ന സർട്ടിഫിക്കേഷൻ ഏജൻസികളെ നിശ്ചയിച്ച് നൽകുന്നതിലേക്കും പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. വികസിത രാജ്യങ്ങളാണ് ഇത്തരം കൃഷിരീതികൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഉദാഹരണമായി ഹോങ്കോങ് ഓർഗാനിക് റിസോഴ്സ് സെൻറ്റർ സർട്ടിഫിക്കേഷൻ ലിമിറ്റഡ്, ജപ്പാനിൽ JAS എന്നറിയപ്പെടുന്ന ജാപ്പനീസ് അഗ്രികൾച്ചറൽ സ്റ്റാൻഡേർഡ്സ്, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഇക്കോസെർട്ട് EU ഓർഗാനിക് റെഗുലേഷൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ USDA ഓർഗാനിക് എന്നിവ ഇത്തരത്തിൽ ചിലത് മാത്രമാണ്. വ്യവസ്ഥാപിത കൃഷിരീതികൾ മണ്ണിൻ്റെ ഫലപുഷ്ടി അനുദിനം കുറഞ്ഞു വരുന്നതിലേക്കും അന്തരീക്ഷ താപനിലയിലെ വർധനവിനും തൽഫലമായുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമായ ഹരിതഗൃഹവാതകങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അതിൽ മുഖ്യമായത് കാർബൺ ഡൈ ഓക്സൈഡും മീഥേനുമാണ്, ഇവ രണ്ടും പുറന്തള്ളുന്നതിനും കാരണമാവുന്നു. IPCC ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അതിൻ്റെ കണക്ക് പ്രകാരം 22% ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളുന്നു എന്നത് രാസകൃഷിയിൽ നിന്നാണ് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ദുരന്തങ്ങൾ മനുഷ്യരാശി ഇന്ന് നേരിട്ട് അനുഭവിക്കുകയാണ്. വരൾച്ച, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, മണ്ണിടിച്ചിൽ, ഭൂകമ്പം, കാട്ടുതീ മുതലായ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അനന്തരഫലങ്ങളാണ് എന്ന് എല്ലാവർക്കും ഇന്ന് ബോധ്യമായിരിക്കുന്നു. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നമ്മുടെ ഭക്ഷ്യസുരക്ഷയെ തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് ഭക്ഷ്യയോഗ്യവും പോഷകസമൃദ്ധവും പരിസ്ഥിതി സൗഹൃദവുമായ സുസ്ഥിര കൃഷിരീതികളിലേക്ക് മാറുന്നതിനും അത്തരം കൃഷിയിടങ്ങൾക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും സാക്ഷ്യപത്രം നൽകി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനും ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ തയ്യാറായിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭ 2030 എല്ലാ രാജ്യങ്ങളും ആർജിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ പലതിലും നമ്മുടെ രാജ്യത്തെ ഇതര സംസ്ഥാനത്തേക്കാൾ ബഹുദൂരം മുന്നേറുവാൻ കേരളത്തിന് ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. 2040 പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം 100% 2050 കാർബൺ ബഹിർഗമനം 0 നെറ്റ് സീറോ എമിഷൻ സംസ്ഥാനമായി മാറുന്നതിനും കേരളം ലക്ഷ്യമിടുകയാണ്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ പലതും കാർഷിക മേഖലയിലെ ഇടപെടലിലൂടെ ആർജിക്കുന്നത് ലക്ഷ്യമിട്ടിട്ടുള്ള ജൈവ കാർഷിക മിഷൻ, പോഷക സമൃദ്ധി മിഷൻ, കൃഷി സമൃദ്ധി പദ്ധതി, വിളയിടാധിഷ്ഠിത ഫാം പ്ലാൻ വികസന പദ്ധതി എന്നിവയ്ക്ക് വിപണന രംഗത്ത് മുതൽക്കൂട്ടാകുന്ന ഒന്നാണ് PGS സർട്ടിഫിക്കേഷൻ എന്നത് നിങ്ങളെ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക വിലയും വിപണിയും ഈ സാക്ഷ്യപ്പെടുത്തൽ സംവിധാനം ഉറപ്പു നൽകുന്നു. വിളവുൽപാദനം, കന്നുകാലി പരിപാലനം, ഭക്ഷ്യ സംസ്കരണം, ഭക്ഷ്യോൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യൽ, സംഭരണം എന്നിവയെല്ലാം PGS മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. 2015 മുതൽ ഈ സർട്ടിഫിക്കേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കർഷകർക്ക് രാഷ്ട്രീയ കൃഷി വികാസ് യോജന RKVY പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാമ്പത്തിക സഹായം നൽകിയത് മുതൽ രാജ്യത്തെ കർഷക ഗ്രൂപ്പുകളുടെയും ക്ലസ്റ്ററുകളുടെയും എണ്ണത്തിലും കർഷകരുടെ എണ്ണത്തിലും ജൈവകൃഷി ചെയ്യുന്ന വിസ്തൃതിയിലും വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. 2012-13 വർഷത്തിൽ PGS ഇന്ത്യ സർട്ടിഫിക്കേഷൻ സംവിധാനത്തിൽ കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വിസ്തൃതി രാജ്യത്ത് 6064 ഹെക്ടർ ആയിരുന്നുവെങ്കിൽ 2023-24 വർഷമായപ്പോഴേക്കും 12,85,349 ഹെക്ടറിലേക്ക് ഈ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്.
കേരളത്തിൽ 24,992 കർഷകരുടെ 6,582 ഹെക്ടർ സ്ഥലത്ത് PGS മാനദണ്ഡപ്രകാരം കൃഷി ചെയ്യുന്നുണ്ട്. 1,649 ലോക്കൽ ഗ്രൂപ്പുകളിൽ 805 ലോക്കൽ ഗ്രൂപ്പുകൾക്ക് PGS ഗ്രീൻ 1 സാക്ഷ്യപത്രം ഇതുവരെ നൽകിയിട്ടുണ്ട്. വ്യവസ്ഥാപിത കൃഷിരീതികളിലൂടെ കൃഷി ചെയ്യുന്ന കർഷകർ അവരുടെ കാർഷിക ഉൽപ്പന്നം മൊത്തക്കച്ചവടക്കാർക്ക് നൽകി, അവർ ചെറുകിട കർഷകർക്ക് നൽകി, അവരിൽ നിന്നാണ് ഉപഭോക്താക്കൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. എന്നാൽ ജൈവ കൃഷി രീതിയിൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിൽ എത്തുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ജൈവ സർട്ടിഫിക്കേഷൻ സംവിധാനത്തിൻ്റെയും അതിന് സപ്പോർട്ട് ചെയ്യുന്ന സർക്കാർ ഏജൻസികളുടെയും, ഉദാഹരണത്തിന് FSSAI, ജൈവിക ഭാരത് തുടങ്ങിയവ, ഓൺലൈൻ വിപണിയുമായി ഇവയെ ബന്ധപ്പെടുത്തുന്നതിന് ജൈവിക ഖേത്തി പോർട്ടലിൻ്റെയും എല്ലാം ഇടപെടൽ ഉണ്ടാകുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് ഗുണമേന്മ ഉറപ്പാക്കി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയുന്നു. ജൈവ ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യുന്ന കർഷകരും കർഷക ഗ്രൂപ്പുകളും അവ വാങ്ങുന്ന ഉപഭോക്താക്കളും ജൈവ ഉൽപ്പാദനോപാധികൾ സപ്ലൈ ചെയ്യുന്നവരും ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്ന ഓൺലൈൻ വിപണിയാണ് ജൈവിക ഖേത്തി എന്ന് പറയുന്നത്. ഇതിനോടകം ഇന്ത്യയിൽ 6,22,821 കർഷകരും 19,020 ലോക്കൽ ഗ്രൂപ്പുകളും 89 ജൈവ ഉൽപ്പാദന ഉപാധികൾ സപ്ലൈ ചെയ്യുന്ന സ്ഥാപനങ്ങളും 8,693 എണ്ണം ജൈവ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരും ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ 14,781 കർഷകർ മാത്രമാണ് ഈ പോർട്ടലിൽ ഇതുവരെയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്ത് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ 1, 2, 3 സ്ഥാനങ്ങളിൽ നിൽക്കുമ്പോൾ കേരളം 10ാം സ്ഥാനത്താണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ജൈവ ഉൽപ്പാദനോപാധികൾ സപ്ലൈ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ മൈക്രോബയോളജി, കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി, ബയോ ഫെർട്ടിലൈസർ ലാബ് പട്ടാമ്പി, സോയിൽ ടെസ്റ്റ് ലാബ് പട്ടാമ്പി, സ്റ്റേറ്റ് ബയോ കൺട്രോൾ ലാബ് പാറോട്ടുകുളം, അഗ്രോ ബയോടെക് റിസർച്ച് സെൻറ്റർ ലിമിറ്റഡ് ആപ്ടെക് കോട്ടയം എന്നിവ ജൈവിക ഖേത്തി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. PGS കൃഷിയിടത്തിൽ എല്ലുപൊടി, നീറ്റുകക്ക, ജിപ്സം, കാൽഷ്യം ക്ലോറൈഡ്, 1% വീര്യമുള്ള ബോഡോ മിശ്രിതം, ഡോളമൈറ്റ് എന്നിവ നിയന്ത്രിതമായ അളവിൽ കൃഷിയിടത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. കമ്പോസ്റ്റുകൾ, അസോള, ജീവാണുവളങ്ങൾ, പിണ്ണാക്ക് വളങ്ങൾ, PGS മാനദണ്ഡങ്ങൾക്ക് വിധേയമായ ജൈവ കീടനിയന്ത്രണ ഉൽപ്പന്നങ്ങൾ ആയിട്ടുള്ള വെള്ള, മഞ്ഞ, നീല നിറങ്ങളിലുള്ള പശക്കണികൾ, ഫിറമോൺ കണികൾ, മഞ്ഞ പുഷ്പമുള്ള ജമന്തി, മേരിഗോൾഡ് തുടങ്ങിയവ കീടങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന കെണിവിളകളായി കൃഷിയിടത്തിൻ്റെ അതിരുകളിൽ മിത്രപ്രാണികളെ ആകർഷിക്കാൻ കഴിയുന്ന അരിച്ചോളം, മക്കച്ചോളം തുടങ്ങിയവ അതിർത്തി വിളകളായും, വിളക്ക് കണികൾ, ബണ്ടുകളിലെ കളകൾ നീക്കം ചെയ്യൽ, മണ്ണുകൊണ്ടും പ്ലാസ്റ്റർ ചെയ്യൽ തുടങ്ങി ബണ്ട് വൃത്തിയാക്കി സൂക്ഷിക്കൽ എന്നിവയെല്ലാം ഈ PGS സംവിധാനത്തിലൂടെ കൃഷിയിടത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. രാസവളങ്ങൾ, രാസകീടനാശിനികൾ, രാസകുമിൾനാശിനികൾ, കളനാശിനികൾ, ഹോർമോണുകൾ, ജനിതകമാറ്റം വരുത്തിയ വിത്തുകളും അവയുടെ സാന്നിധ്യമുള്ള വളങ്ങളും, രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യമുള്ള മറ്റു വളങ്ങൾ, രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യമുള്ള വളർച്ചാ ത്വരകങ്ങൾ, കൃത്രിമ പ്രിസർവേറ്റീവ് വസ്തുക്കൾ, രാസവസ്തുക്കൾ ഉപയോഗിച്ച് പരിചരണം നടത്തിയ വിത്തുകൾ ഇവയെല്ലാം തന്നെ PGSൽ നിരോധിച്ചിട്ടുള്ളതും PGS കൃഷിയിടത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതുമാണ് എന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടി PGS കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടവയിൽപ്പെട്ടവയാണ്. മനുഷ്യവിസർജ്യം അത് കൃഷിയിടത്തിൽ കാണുകയോ ഇവയുടെ സാന്നിധ്യമുള്ള വളങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. പൂർണ്ണമായ വിഘടനം നടക്കാത്ത കമ്പോസ്റ്റ് വളങ്ങൾ യാതൊരു തരത്തിലും കൃഷിയിടത്തിൽ ഉപയോഗിക്കരുത്. മഴവെള്ളത്തിലൂടെ കൃഷിയിടം മലിനപ്പെടാനുള്ള സാഹചര്യമുണ്ട് എങ്കിൽ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. രാസകൃഷിയിൽ ഉപയോഗിച്ച യന്ത്രങ്ങൾ പൂർണ്ണമായും വൃത്തിയാക്കാതെ ജൈവ കൃഷിയിടത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ജൈവ ഉൽപ്പന്നങ്ങളും ഇതര ഉൽപ്പന്നങ്ങളും ഇടകലർത്തി സംഭരിക്കുകയോ ചരക്കു നീക്കം നടത്തുകയോ ചെയ്യരുത്. കൃഷിയിടത്തിൽ വിളയുടെ അവശിഷ്ടങ്ങളും മറ്റും കത്തിക്കുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ജൈവ വേലിയും ഇടക്കയ്യാലകളും കിടങ്ങുകളും കൃഷിയിടത്തിൽ തന്നെ നിർമ്മിക്കേണ്ടതാണ്. ജൈവ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്ന ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതാണ്. ഏതെങ്കിലും ജൈവ സർട്ടിഫിക്കേഷൻ ഏജൻസിയിൽ നിന്നും അംഗീകാരം ലഭിച്ച ജൈവവളങ്ങളോ ജൈവ കീടനിയന്ത്രണ ഉൽപ്പന്നങ്ങളോ മാത്രമേ വിപണിയിൽ നിന്നും വാങ്ങി ഉപയോഗിക്കാൻ പാടുള്ളതുള്ളൂ. ഇത്തരം ഏജൻസികളുടെ വിവരങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജൈവിക ഖേത്തി പോർട്ടലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. വളർത്തുമൃഗങ്ങൾക്കായി നൽകുന്ന രാസ ഔഷധങ്ങളുടെ അവശിഷ്ടങ്ങൾ കൃഷിയിടത്തിൽ ഉപേക്ഷിക്കരുത്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ കൃഷിയിടത്തിൽ ഉപേക്ഷിക്കരുത്. കൃഷിക്കൂട്ടങ്ങളും കർഷക ഉൽപാദക സംഘങ്ങളും സജീവമായ ഇന്നത്തെ സാഹചര്യത്തിൽ അവരുടെ സാക്ഷ്യപ്പെടുത്തിയ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുത്ത് വിപണനം ചെയ്യുന്നതിന് കേരള അഗ്രോ ബിസിനസ് കമ്പനി ലിമിറ്റഡ് എന്ന പേരിൽ
കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മാർക്കറ്റിംഗ് സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. PGSൻ്റെ ഭാഗമായുള്ള ലോക്കൽ ഗ്രൂപ്പുകളെ ഉൽപ്പാദക മൂല്യവർധന കൃഷിക്കൂട്ടങ്ങളായി രജിസ്റ്റർ ചെയ്യുകയും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ജൈവ സാക്ഷ്യപത്രം നൽകുകയും അത്തരം ഉൽപ്പന്നങ്ങളെ കാപ്കോയുടെ നേതൃത്വത്തിൽ സംഭരിച്ച് വിപണനം നടത്തുന്നതിന് ഇതുവഴി സൗകര്യമൊരുങ്ങുകയാണ്. മേൽ സൂചിപ്പിച്ച കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഭക്ഷ്യയോഗ്യവും പോഷകസമൃദ്ധവും പരിസ്ഥിതി സൗഹൃദവുമായ സുസ്ഥിര കൃഷിരീതികളിലേക്ക് മാറി നമ്മുടെ അമൂല്യമായ മണ്ണിനെയും ജലത്തെയും ജൈവസമ്പത്തിനെയും സംരക്ഷിച്ച് ആഗോള താപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമായ കാർബൺ ഡൈ ഓക്സൈഡിനെ അന്തരീക്ഷത്തിലേക്ക് ഉത്സർജനം ചെയ്യാതെ മണ്ണിലേക്ക് തന്നെ ആഗിരണം ചെയ്ത് മണ്ണിൻ്റെ ജൈവാംശം കൂട്ടുന്ന കൃഷിമുറകളിലേക്ക് മാറുന്നതിന് ഈ PGS ഇന്ത്യ സർട്ടിഫിക്കേഷൻ ഉപകാരപ്രദമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു.